ഹായ് ഡിയേഴ്സ്, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു റെഡ് വെൽവെറ്റ് കേക്കാണ്. ഒരു 1.5 kg വെയിറ്റ് ഉള്ള റെഡ് വെൽവെറ്റ് കേക്ക്. അപ്പോൾ അതിനുവേണ്ടി ആദ്യം വേണ്ടത് ബട്ടർ മിൽക്ക് ഉണ്ടാക്കുകയാണ്. ബട്ടർ മിൽക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു 1/4 കപ്പ് ഇളം ചൂടുള്ള പാലിലേക്ക് 1.5 ടീസ്പൂൺ വിനാഗിരി ഒഴിച്ചിട്ട് നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് ആദ്യത്തെ പ്രോസസ്സ്. അടുത്തതായിട്ട് നമ്മൾ 2 ടയർ കേക്കാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് 2 മോൾഡ് ആവശ്യമുണ്ട്. ഒന്ന് 7 ഇഞ്ചിൻ്റെയും ഒന്ന് 5 ഇഞ്ചിൻ്റെയും. നമുക്കിത് കുറച്ച് ഓയിലൊക്കെ ഗ്രീസ് ചെയ്തിട്ട് ബട്ടർ പേപ്പറൊക്കെ വെച്ച് കൊണ്ടുവരാം. അങ്ങനെ നമ്മൾ 2 മോൾഡും ഓയിലൊക്കെ ഗ്രീസ് ചെയ്ത് ബട്ടർ പേപ്പറൊക്കെ വെച്ച് റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡിയാക്കി വെക്കാം. അപ്പോൾ അതിനായിട്ട് വേണ്ടത് ഒരു 1.5 കപ്പ് മൈദ, പിന്നെ 3/4 ടീസ്പൂൺ കൊക്കോ പൗഡർ. അത് ഞാൻ ഇവിടെ എൻ്റെ അടുത്തുള്ളത് ഡാർക്ക് കൊക്കോ പൗഡറാണ്, അതുകൊണ്ട് ഞാൻ 3/4 ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ അടുത്തുള്ളത് ലൈറ്റ് ആണെന്ന് വെച്ചാൽ 1 ടീസ്പൂൺ വരെയൊക്കെ എടുക്കാം. പിന്നെ ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂൺ, ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ, സാൾട്ട് ഒരു 1/4 ടീസ്പൂൺ. ഇതൊക്കെ കൂടി മിക്സ് ചെയ്ത് നന്നായിട്ട് 3 പ്രാവശ്യം അരിച്ചെടുത്ത് റെഡിയാക്കി വെച്ചതാണ് ഇത്. പിന്നെ ഒരു കപ്പ്, ഏകദേശം 1 കപ്പ് മതിയാവും, 1 കപ്പ് പഞ്ചസാര പൊടിച്ചെടുക്കുകയാണ് നമ്മൾ. അപ്പോൾ 1.5 കപ്പ് പഞ്ചസാര പൊടി ഉണ്ടാവും. അതായത് 1.5 കപ്പ് മൈദയ്ക്ക് 1.5 കപ്പ് ഷുഗർ പൗഡറും വേണം. ഇത് ഒരു 5 മുട്ട പൊട്ടിച്ചൊഴിച്ചതാണ്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ എഗ്ഗിൻ്റെ ഷെല്ല് അതിൽ വീഴാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഈ 5 മുട്ട പൊട്ടിച്ച് തന്നെ എനിക്ക് നമ്മൾക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊണ്ടുവരാം. നമ്മളിപ്പോൾ ഫസ്റ്റ് സ്പീഡിലിട്ടിട്ട് ഒന്ന് എഗ്ഗ് ബീറ്റ് ചെയ്തു. ഇനി ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ വാനില എസൻസ് ഒഴിക്കണം. എന്നിട്ടിത് വീണ്ടും ബീറ്റ് ചെയ്യണം. എൻ്റെ കയ്യിൽ ബീറ്റർ ഉള്ളത് കൊണ്ട് ഞാൻ ബീറ്റർ വെച്ച് ചെയ്യാണ്. ഇപ്പോൾ ഫസ്റ്റ് സ്പീഡിലാണ് ബീറ്റ് ചെയ്തത്. ഇനി സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, അങ്ങനെ ഒരു 5 മിനിറ്റോളം ഇതിനെ ബീറ്റ് ചെയ്തിട്ട് വരാം. ഇപ്പോൾ ഇതാ എഗ്ഗ് ബീറ്റ് ചെയ്തിട്ട് ഈ ഒരു സ്റ്റേജ് എത്തി. ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് നൈറ്റാണ്. ആക്ച്വലി ഇങ്ങനത്തെ വീഡിയോസൊക്കെ എടുക്കുമ്പോൾ നിങ്ങൾ പകൽ എടുക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ എൻ്റെ അടുത്ത് ട്രൈപോഡോ അങ്ങനത്തെ കാര്യങ്ങൾ സൗകര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്ന വിധത്തിൽ ഇടയ്ക്കിടയ്ക്ക് പോസ് ചെയ്തിട്ടാണ് ഈ വീഡിയോ കാണിക്കുന്നത്. ഇപ്പം കണ്ടില്ലേ ഈ എഗ്ഗ് ബീറ്റ് ചെയ്ത സ്റ്റേജ്. ഇനി കുറച്ചുകൂടി നമുക്ക് ബീറ്റ് ചെയ്യണം, അതായത് തേർഡ്, ഫോർത്ത് സ്പീഡിലൊക്കെ. അപ്പോൾ അത് ആ തേർഡും ഫോർത്തൊക്കെ സ്പീഡിൽ ബീറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും ഇത് ആക്ച്വലി ഒരു ക്രീമി കൺസിസ്റ്റൻസി ആവും. അപ്പോൾ ഞാനത് എനിക്ക് ഒറ്റയ്ക്ക് അത് മാനേജ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അത് ബീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും വിചാരിക്കുന്നു ആ ക്രീമി കൺസിസ്റ്റൻസി. ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ, ഇതാണ് ഈ എഗ്ഗിൻ്റെ ഒരു കൺസിസ്റ്റൻസി ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ച ഷുഗർ പൗഡർ ഇല്ലേ, അത് കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് ബീറ്റ് ചെയ്ത് കൊണ്ടേയിരിക്കണം. ഇത് ഞാൻ ഫസ്റ്റ് ട്രിപ്പ് ഷുഗർ പൗഡർ ഇട്ടതാണ്. ഇത് വെച്ച് ഞാൻ ഇനി ബീറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇത് ഒരു 3-4 ട്രിപ്പായിട്ടാണ് ഞാൻ മൊത്തത്തിലുള്ള ഈ ഷുഗർ പൗഡറും ഇതിലേക്ക് ഇട്ട് ബീറ്റ് ചെയ്യാൻ പോകുന്നത്. അത് എനിക്ക് ഒറ്റയ്ക്ക് വീഡിയോ മാനേജ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ പോസ് ചെയ്ത് കാണിക്കുന്നതാണ്. ഞാനിപ്പോൾ ഷുഗർ പൗഡർ മൊത്തത്തിൽ ചേർത്ത്, അതായത് ഒരു 4 ട്രിപ്പായിട്ട് ചേർത്തിട്ട് നന്നായി ബീറ്റ് ചെയ്ത് കൊണ്ടുവന്നതാണിത്. എഗ്ഗ് കണ്ടോ, ഇതിൻ്റെ കൺസിസ്റ്റൻസി നോക്കൂ, ഐസ്ക്രീമിൻ്റെ ഒരു രൂപത്തിലായിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഷുഗർ പൗഡർ നമ്മൾ ഇതിലിട്ട് ബീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ലാസ്റ്റ് ചെയ്യേണ്ടത് ഒരു 5 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് ബീറ്റർ ഏറ്റവും സ്ലോ ആയിട്ട് ഇട്ടിട്ട് പതുക്കെ ഒന്ന് ഓവർ ബീറ്റ് ചെയ്യാൻ പാടില്ല, പതുക്കെ ഒന്ന് ഇളക്കിയെടുക്കാനേ പാടുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഓയിലൊക്കെ ചേർത്ത് ബീറ്റ് ചെയ്ത് കൊണ്ടുവന്നതാണ്. ഒന്ന് ലൈറ്റായിട്ട് ഒന്ന് ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ട്രൈപോഡ് വാങ്ങിച്ചിട്ട് വീഡിയോ എടുക്കുക വിചാരിച്ചിട്ട് കുറേ കാലമായി. പിന്നെ ആരോ പറഞ്ഞ മാതിരി ആലക്കൊഴിഞ്ഞ് കാശിക്ക് പോകാൻ പറ്റില്ല പറഞ്ഞ മാതിരി അതൊരിക്കലും നടക്കുന്നില്ല. ഒരു പ്രാവശ്യം ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ അത് ഡാമേജ് ഉള്ളതാണ് കിട്ടി, അത് തിരിച്ചു കൊടുത്തയച്ചു. പിന്നെ ഇപ്പോൾ ഞാൻ പാലക്കാടാണ്, പാലക്കാട് നിന്ന് നോക്കിയപ്പോൾ അത് കിട്ടാൻ വഴിയില്ല. അപ്പം ഞാൻ ഇങ്ങനെ തന്നെ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. അടുത്തതായിട്ട് നമുക്ക് മിക്സിംഗ് ആണ്, അതായത് എഗ്ഗ് ബീറ്റ് ചെയ്തതും നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസും ഒക്കെ കൂടി മിക്സ് ചെയ്യണം. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഞാൻ ഉപയോഗിക്കുന്നത് 2 അലുമിനിയം പാത്രമാണ്. നമുക്ക് 2 ടയർ കേക്കാണല്ലോ ചെയ്യേണ്ടത്. അപ്പോൾ 2 അലുമിനിയം പാത്രത്തിൽ ഒരു റിങ് ഇതുമാതിരി ഇറക്കി വെച്ചിട്ട് സ്റ്റൗവിൽ വെക്കുകയാണ് കേട്ടോ. സിമ്മിൽ വെച്ചാൽ മതി, അപ്പോഴേക്കും നമ്മുടെ മിക്സിങ് കഴിയുള്ളൂ. ഞാനിപ്പോൾ കുറച്ച് പൊടി ഇതിലിട്ടിട്ടുണ്ട്. ഇതിനി മിക്സ് ചെയ്യണം. കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിലാണ് ഇത് മിക്സ് ചെയ്യേണ്ടത്. അതായത് ഇങ്ങനെ ആക്കിയിട്ട് പിന്നെ ഇങ്ങനെ റൗണ്ടിൽ മിക്സ് ചെയ്യാം. ഇതെങ്ങനെ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡ് പറഞ്ഞാൽ ഇങ്ങനെയാണ്. ഇത് ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്യുക, എന്നിട്ട് ഇങ്ങനെ റൗണ്ടിൽ മൂവ് ചെയ്യണം. ഒരിക്കലും കുത്തി ഇളക്കരുത്, വളരെ സോഫ്റ്റായിട്ട്
മാത്രമേ അത് ചെയ്യാവൂ. കുത്തി ഇളക്കിയിട്ടുണ്ടെങ്കിൽ കേക്കിൻ്റെ സോഫ്റ്റ്നെസ് നഷ്ടപ്പെടും. എത്രത്തോളം സ്ലോ ആക്കിയിട്ട് നമ്മൾ മിക്സ് ചെയ്യണോ, ക്ഷമയോടെ മിക്സ് ചെയ്യണോ, അത്രത്തോളം കേക്ക് സോഫ്റ്റ് ആയിരിക്കും. ഫസ്റ്റ് ബാച്ച് പൊടി ഇട്ടു. ഇത് കുറച്ച് ബട്ടർ മിൽക്ക് ഒഴിച്ചിട്ടുണ്ട്. അത് വെച്ച് മിക്സ് ചെയ്യാൻ പോവാണ്. ഇതിന് ശേഷം നമുക്ക് റെഡ് കളർ ചേർത്ത് മിക്സ് ചെയ്യണം. അങ്ങനെ ബട്ടർ മിൽക്കും പിന്നെ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 8 തുള്ളിയോളം റെഡ് കളർ ഞാൻ ചേർത്തിട്ടുണ്ട്. ഇത് വെച്ച് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം കേട്ടോ. കളറൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് കൊണ്ടുവന്ന ഫ്ലോറാണ്. അപ്പോൾ നമുക്കിനി ഇത് 2 ടയർ കേക്ക് അല്ലേ, അപ്പോൾ 2 ടിന്നിലേക്കായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ച 2 ടിന്നിലേക്കായിട്ട് ഒഴിക്കാം. 7 ഇഞ്ചിൻ്റെ ടിന്ന്, ഇത് 5 ഇഞ്ചിൻ്റെ ടിന്നാണ്. ഇനി നമ്മൾ ഈ പാത്രം നന്നായി ടാപ്പ് ചെയ്ത് കൊടുക്കണം. ഈ 2 പാത്രം നന്നായി ടാപ്പ് ചെയ്ത് കൊടുക്കണം. ഇത് 2 ടയർ കേക്ക് ആക്കിയിട്ട് ഉണ്ടാക്കണമെന്നൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സുരഭി ടീച്ചർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ടീച്ചർ പ്രത്യേകിച്ച് അതിന് എന്തെങ്കിലും ഒരു ഐഡിയ ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഏറ്റവും നന്നായിട്ട് തന്നെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. ടീച്ചറുടെ മോൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. അങ്ങനെ ഇപ്പോൾ ഇവിടെ 2 കേക്ക് നമ്മൾ ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. സാധാരണ ഒരു അലുമിനിയം പാത്രത്തിലാണ് കേട്ടോ. ഇതിപ്പോൾ ഇവിടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മുടെ 1 kg കേക്കാണ്. ഇത് റെഡി ആയിട്ടുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പപ്പടക്കോലാണ് ഉപയോഗിക്കുന്നത്. ഇത് വെച്ചിട്ട് ഇങ്ങനെ കുത്തി നോക്കുക. അപ്പോൾ നമ്മുടെ ഈ കോലിലൊന്നും പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കേക്ക് വെന്തു എന്നാണ് അർത്ഥം. ഇപ്പോൾ ഇതിനൊരു 40 മിനിറ്റാണ് എടുത്തിരിക്കുന്നത് സമയം വലിയ കേക്കിന്. ഇനി ഇതാ നമ്മുടെ ചെറിയ കേക്ക്, ഇതും ആയിട്ടുണ്ട്. ഇതൊരു 25 മിനിറ്റിലായി കേട്ടോ. അങ്ങനെ നമ്മുടെ 2 കേക്ക് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ 1 kg റെഡ് വെൽവെറ്റ് കേക്കാണ്. ഇത് 1/2 kgയുടെ. രണ്ടും നല്ല സ്പോഞ്ചി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ബാക്കി ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ ഇടാം കേട്ടോ. അടുത്തതായിട്ട് നമുക്കിവിടെ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ ഉപയോഗിക്കുന്നത് ടോപ്പിൻ പ്രൈഡ് എന്നുള്ള ഒരു വിപ്പിംഗ് ക്രീമാണ്. ഇത് ഒരു 1.5 കപ്പ് എടുത്തിട്ട് നമുക്ക് ബീറ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ഇവിടെ ഞാനൊരു പ്ലേറ്റിൽ കുറച്ച് ഐസ് ക്യൂബ്സ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ഞാൻ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യാൻ പോകുന്നത്. ഞാനൊരു 1.25 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ബീറ്റ് ചെയ്ത് കൊണ്ടുവരാം. അത് പിന്നെ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് ഒരു 5-8 മണിക്കൂർ നമ്മൾ താഴെ ഇറക്കി വെക്കണം. അപ്പോഴേ അത് ലിക്വിഡ് മാതിരി ആവുള്ളൂ. എന്നിട്ട് ആ ലിക്വിഡാണ് നമ്മൾ ബീറ്റ് ചെയ്തിട്ട് സ്റ്റിഫാക്കി എടുക്കുന്നത് കേട്ടോ. ഇതാ കണ്ടോ, ഞാൻ ഇന്നലെ എടുത്ത അതേ പാത്രം തന്നെയാണ് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുന്നത്. എനിക്ക് ഈ പാത്രം തന്നെയാണ് എപ്പോഴും എഗ്ഗ് ബീറ്റ് ചെയ്യാനും വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യാനൊക്കെ നല്ല സൗകര്യമായിട്ട് തോന്നിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇത് എടുക്കുന്നത്. അപ്പോൾ ഇത് ഫുൾ സ്റ്റേജസ് എനിക്ക് കാണിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞ മാതിരി ഒറ്റയ്ക്കാണ് ഞാൻ മാനേജ് ചെയ്യണത്. അതുകൊണ്ട് പറ്റണത് ഞാൻ കാണിക്കാം കേട്ടോ. ബീറ്റ് ചെയ്യണത് ആദ്യം ഫസ്റ്റ് സ്പീഡിലിട്ടിട്ടാണ് ബീറ്റ് ചെയ്യാൻ പോണത്. ഇതാണ് എൻ്റെ ബീറ്റർ. ഇതാ കണ്ടോ, ഇപ്പോൾ ഈ സ്റ്റേജ് എത്തിയിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, ഈ ഒരു സ്റ്റേജ് എത്തിയിട്ടുണ്ട്. ഇതൊന്നും പോരാ. ഇപ്പോൾ ഞാൻ സെക്കൻഡ് സ്പീഡിലിട്ടിട്ടാണ് ഇത് അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് 3rd, 4th, 5th ഒക്കെ ഉള്ള സ്പീഡിലിട്ടിട്ട് അത് സ്റ്റിഫാക്കി എടുക്കണേ. ഞാൻ കാണിക്കാം. എന്നിട്ട് ഞാനിവിടെ 4ാമത്തെ സ്പീഡിലിട്ടിട്ടാണ് ഇപ്പോൾ അടിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് കൈ നല്ലപോലെ വേദനിക്കുന്നുണ്ട്. അത് ഇപ്പോൾ ഈ ബ്ലേഡ് ഉണ്ടല്ലോ, ആ ബ്ലേഡ് മൂവ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. നമുക്ക് കൈയൊക്കെ നല്ലപോലെ വേദനിക്കുമാരൊക്കെ ഫീൽ ചെയ്യും. ഇപ്പോഴും ഇതായിട്ടില്ല കേട്ടോ. ഇനി ഒരു 5 മിനിറ്റെങ്കിലുമൊക്കെ എന്തായാലും ഇത് ചെയ്യണം. അതിന് ശേഷം കാണിക്കാം കേട്ടോ.
ഇതിപ്പോൾ ഇത് ഏകദേശം ബീറ്റായിട്ടുണ്ട്. നമ്മൾ ഈ ബ്ലേഡ് ഇതിലിങ്ങനെ മുക്കിയിട്ട് എടുക്കുന്ന സമയത്ത് കണ്ടോ സ്റ്റിഫായി നിൽക്കുന്ന പീക്സ് മാതിരി വന്നിട്ടുണ്ടല്ലോ, ഇതാണ് അതിൻ്റെ സ്റ്റേജ്. ഇപ്പം നമ്മൾ വിപ്പ് ചെയ്ത ക്രീം ഞാനിവിടെ ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കിയിട്ടുണ്ട്. അതിൻ്റെ അറ്റത്ത് ഒരു നോസിലും ഉണ്ട്. പൈപ്പിംഗ് ബാഗിലേക്ക് നോസിൽ ഇറക്കി വെച്ച് അതിലേക്ക് വിപ്പിംഗ് ക്രീം നിറച്ചിരിക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ അറ്റം കട്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ അത് പിന്നെ ക്രീം തേച്ചെടുക്കാൻ പറ്റും. അടുത്തായിട്ട് അവിടെ ഒരു ടേൺ ടേബിൾ എടുത്തിട്ടുണ്ട്. ടേൺ ടേബിളിൻ്റെ മുകളിൽ ഒരു കേക്ക് ബോർഡ് വെച്ചിട്ടുണ്ട്. ആ കേക്ക് ബോർഡിൽ നമ്മൾ കുറച്ച് വിപ്പിംഗ് ക്രീം പറ്റി വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ ഫസ്റ്റ് ലെയർ കേക്ക് വെക്കാൻ പോകുന്നത്. തെന്നി മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ലെയർ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള മിൽക്ക് മെയ്ഡിൻ്റെ സൊല്യൂഷനില്ലേ, അത് ഇങ്ങനെ പരത്തി കൊടുക്കണം. വെറ്റ് ചെയ്ത് കൊടുക്കാനാണ്, കേക്ക് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കിയ വിപ്പിംഗ് ക്രീം ഇതിൻ്റെ മുകളിൽ ഇപ്പം നമ്മൾ സിറപ്പ് ഒഴിച്ച് വെറ്റാക്കിയ ഈ പീസിൻ്റെ മുകളിൽ നമ്മൾ ഇതിങ്ങനെ പുരട്ടി കൊടുക്കുകയാണ്. ഇതിപ്പോൾ നമ്മൾ ക്രീം വെച്ച് കോട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫില്ലിംഗ് ആയിട്ട് ഞാനിവിടെ ഇടുന്നത് പറഞ്ഞല്ലോ, കാഷ്യൂനട്ടും പിന്നെ ചോക്കോ ചിപ്സും ആണ്. അപ്പോൾ അത് ഇടുകയാണ്. കണ്ടില്ലേ, ഇപ്പോൾ ചോക്കോ ചിപ്സും കാഷ്യൂനട്ടൊക്കെ ഫില്ലിംഗ് ആയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ സെക്കൻഡ് ലെയർ വെക്കുക. പിന്നെ അതിൻ്റെ മുകളിലും നമ്മൾ മിൽക്ക് മെയ്ഡ് വെച്ചിട്ട് വെറ്റ് ചെയ്യുക, പിന്നെ ക്രീം തേക്കുക, പിന്നെ ഫില്ലിംഗ് വെക്കുക. അങ്ങനെ ഈ 3 ലെയറും ചെയ്ത് കഴിഞ്ഞ ശേഷം, അതായത് ക്രം കോട്ട് കഴിഞ്ഞ ശേഷം ഞാൻ കാണിക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ സെക്കൻഡ് ലെയറിൻ്റെ മുകളിലും ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ടുണ്ട്. അതായത് മിൽക്ക് മെയ്ഡ് വെച്ച് വെറ്റ് ചെയ്ത് ക്രീം തേച്ച് ഈവൺ ആക്കിയിട്ട് ഫില്ലിങ്സ് വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ ക്രീം തേക്കുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ഇതാണ് സ്പാച്ചുല. ഈ സ്പാച്ചുല നമ്മൾ ഓരോ പ്രാവശ്യവും തുടച്ചിട്ട് വേണം അത് ക്രീം ലെവലാക്കാൻ, അല്ലെങ്കിൽ ക്രീം ഈവൺ ആക്കി കിട്ടില്ല. കേക്ക് ഞാനിപ്പോൾ ഇവിടെ ക്രം കോട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് ഒരു 20 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് വീണ്ടും ഒന്നും കൂടി കവർ ചെയ്യണം. ഇതിപ്പോൾ ഞാൻ രണ്ടാമത്തെ കേക്കും ഇവിടെ ക്രം കോട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതും 20 മിനിറ്റ് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കാം. ഫ്രിഡ്ജിൽ 20 മിനിറ്റ് വെച്ച് ക്രം കോട്ട് ചെയ്ത കേക്ക് പുറത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്നും കൂടി ഫൈനലായിട്ട് കോട്ടിങ് ചെയ്യണം. ഞാൻ അതിന് ശേഷം കാണിക്കാം. ഫൈനൽ കോട്ടിങ് കഴിഞ്ഞപ്പോഴത്തെ ലുക്ക് ഇതാണ്. നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് 2 ടയർ കേക്കാണല്ലോ. അപ്പോൾ ഇത് സെറ്റ് ചെയ്ത് വെക്കണതും അതുപോലെ ആ റെഡ് കളർ കൊടുക്കണതൊന്നും എനിക്ക് കാണിക്കാൻ പറ്റിയില്ല. ഒരു 11:30 ആയി വർക്കൊക്കെ കഴിഞ്ഞപ്പോൾ, അതുകൊണ്ടാണ് അത് കാണിക്കാൻ പറ്റാതിരുന്നത്. അപ്പോൾ ആ 1.25 കപ്പ് ക്രീം എടുത്ത് ബീറ്റ് ചെയ്തത് പിന്നെ ആദ്യത്തെ ഫസ്റ്റ് കോട്ടിങ്ങിനും സെക്കൻഡ് കോട്ടിങ്ങിനും മാത്രമേ തികഞ്ഞുള്ളൂ. അതിനുശേഷം ഈ റെഡ് കളർ ക്രീം വീണ്ടും ഞാനൊരു 1/4 കപ്പ് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുത്തതാണ്. അതിനുശേഷം അത് വെച്ച് ഡെക്കറേറ്റ് ചെയ്തു. സൈഡിലൊരു ബോർഡർ കൊടുത്തു. മുകളിൽ കുറച്ച് ചെറീസൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിനുശേഷം ഈ മുകളിൽ കാണുന്ന ടയറ് വളരെ സൂക്ഷിച്ച്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്പ്. ഒരുപാട് ടെൻഷൻ ഉണ്ടാവും ആ സമയത്ത്. നമുക്ക് അതെടുത്ത് അതിൻ്റെ മുകളിൽ ഫിക്സ് ചെയ്യണം, ടൂത്ത് പിക്ക് വെച്ചിട്ട്. അതാണ് അതിൻ്റെ ലാസ്റ്റ് സ്റ്റേജ്. ഇനിയിപ്പോൾ നമ്മൾ അതിൻ്റെ മുകളിൽ ടോപ്പർ വെക്കുന്നുണ്ട്. ഒന്ന് ഹാപ്പി ബർത്ത്ഡേ ടോപ്പറും പിന്നെ ആ കൊച്ചു മോൻ്റെ പേരെഴുതിയ ഒരു ടോപ്പറും വെക്കുന്നുണ്ട്. മോൻ്റെ പേര് ശുഭമെന്നാണ്. ഈ ടോപ്പർ ഉണ്ടാക്കാൻ വേണ്ടി എന്നെ സഹായിച്ചത് എൻ്റെ പ്രിയപ്പെട്ട ഫ്രണ്ട് ഷെറിനാണ്. താങ്ക് യു ഷെറിൻ.